മലയാളികളുടെ പ്രിയതാരം ഭാവനയുടെ സിനിമാ ജീവിതം 23 വർഷം പിന്നിടുകയാണ്. ഈ വർഷങ്ങൾക്കിടയിൽ 89 ചിത്രങ്ങളിൽ ഭാവന അഭിനയിച്ചു. നമ്മൾ എന്ന ചിത്രത്തിലൂടെ വെള്ളിത്തിരയിലെത്തി തെന്നിന്ത്യൻ സിനിമയിൽ തന്റേതായ ഇടം കണ്ടെത്തിയ ഭാവന ഇന്നോളം കാണാത്ത വേഷപ്പകർച്ചയിൽ പുതിയ ചിത്രം അനോമിയിലൂടെ ഉടൻ പ്രേക്ഷകർക്ക് മുന്നിലെത്തുകയാണ്. ഭാവനയുടെ 90ാമത്തെ ചിത്രമാണ് അനോമി. കാലം വാർത്തെടുത്ത തിരിച്ചുവരവ് എന്ന അടിക്കുറിപ്പോടെയാണ് ചിത്രം എത്തുന്നത്. അഭിനയ മികവിനൊപ്പം കരുത്തുറ്റ നിലപാടുകൾ കൊണ്ട് ഒട്ടേറെ സ്ത്രീകൾക്ക് പ്രചോദനമായി മാറിയ ഭാവനയുടെ കരിയറിലെ സുപ്രധാനമായ ഒരു നാഴികക്കല്ലായിരിക്കും ഈ ചിത്രം. നവാഗതനായ റിയാസ് മാരാത്താണ് അനോമി തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്നത്. ഒരു സാധാരണ കുറ്റാന്വേഷണ സിനിമ എന്നതിലുപരി പാരലൽ അന്വേഷണത്തിന്റെ സാധ്യതകളെ ഏറ്റവും ക്രിയേറ്റീവായി ഉപയോഗപ്പെടുത്തിയ സിനിമ കൂടിയായിരിക്കും അനോമി. വൈകാരികമായി ഏറെ ആഴമുള്ള സാറ എന്ന ഫോറൻസിക് അനലിസ്റ്റ് കഥാപാത്രമായാണ് ഭാവന ഈ ചിത്രത്തിൽ എത്തുന്നത്. സയൻസ് ഫിക്ഷൻ ത്രില്ലറായ ചിത്രത്തിൽ മറ്റൊരു പ്രധാന വേഷത്തിൽ എത്തുന്നത് നടൻ റഹ്മാനാണ്. ധ്രുവങ്ങൾ 16 ഉൾപ്പെടെയുള്ള ചിത്രങ്ങളിലെ ശ്രദ്ധേയമായ കുറ്റാന്വേഷണ വേഷങ്ങൾക്ക് ശേഷം മലയാളത്തിൽ വീണ്ടും ഒരു കരുത്തുറ്റ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറായി റഹ്മാൻ എത്തുന്നു എന്ന പ്രത്യേകതയും ചിത്രത്തിനുണ്ട്. ഭാവന ഫിലിം പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ നടി ഭാവന ആദ്യമായി നിർമ്മാണ പങ്കാളിയാകുന്ന ചിത്രം കൂടിയാണ് അനോമി. എന്റർടൈൻമെന്റ് ഡെസ്ക്, മൂവി മാക്സ്.